പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ, ഇന്ന് നമ്മൾ ആത്മോപദേശ ശതകം 69-ാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത്. മന്ത്രം ഇപ്രകാരമാകുന്നു: ശ്രുതി മുതലാം തുരകം തൊടുത്തൊരാത്മാ പ്രതിമയെഴും കരണ പ്രവീണനാളും രതിരഥമേറിയഹന്ത രമ്യരൂപം പ്രതിപുറമേ പെരുമാറിയിടുന്ന ജസ്രം. ശ്രുതി മുതലാം തുരകം തൊടുത്തൊരു ആത്മാ പ്രതിമയെഴും കരണ പ്രവീണൻ ആളും രതിരഥമേറിയഹന്ത രമ്യരൂപം പ്രതിപുറമേ പെരുമാറിയിടുന്ന ജസ്രം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. ശ്രുതി മുതലാം ഇന്ദ്രിയങ്ങളിലൊന്നായ ചെവി മുതലായ, തുരകം തൊടുത്ത് കുതിരകളെ പൂട്ടി, ഒരു ആത്മപ്രതിമയെഴും ആത്മാവിൻ്റെ പ്രതിമ എഴുന്നള്ളുന്ന കരണപ്രവീണൻ ആളും മനസ്സെന്ന സാരഥി നിയന്ത്രിക്കുന്നതുമായ രതിരഥമേറി രതിയാകുന്ന രഥത്തിൽ കയറി, അഹന്ത പുറത്തുള്ള രമ്യരൂപം പ്രതി സുഖവിഷയങ്ങൾക്കൊപ്പം അജസ്രം വീണ്ടും വീണ്ടും പെരുമാറിയിടുന്നു, ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി അർത്ഥം പറയാം. ഇന്ദ്രിയങ്ങളിലൊന്നായ ചെവി മുതലായ കുതിരകളെ പൂട്ടി ആത്മാവിൻ്റെ പ്രതിമ എഴുന്നള്ളുന്ന മനസ്സെന്ന സാരഥി നിയന്ത്രിക്കുന്നതുമായ രതിയാകുന്ന രഥത്തിൽ കയറി, അഹന്ത പുറത്തുള്ള സുഖവിഷയങ്ങൾക്കൊപ്പം വീണ്ടും വീണ്ടും ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം. ജീവിതം ഒരു യാത്രയാണ്. നാം ഓരോരുത്തരും ആ യാത്രയിൽ പങ്കാളികളാണ്, അല്ലേ? നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു യാത്രയാണ്. നമ്മളെല്ലാവരും ഇതിലെ പങ്കാളികളാണ്. ഈ യാത്ര തുടങ്ങിയിരിക്കുന്നതാകട്ടെ എന്നോ സംഭവിച്ച ഒരു അജ്ഞാനത്തിൽ നിന്നാണ്. എവിടെയോ വെച്ച് ഞാൻ എന്നെ മറന്നുപോയി. എത്ര ഓർമ്മിച്ചിട്ടും എവിടെയാണ് ഞാൻ ഇരിക്കുന്നതെന്ന് എനിക്കറിയാനേ കഴിയുന്നില്ല. അവിടെ നിന്നാണ് നാം യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു യാത്രയുടെ രമണീയമായ ഒരു ചിത്രീകരണമാണ് സ്വാമി തൃപാദങ്ങൾ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. നാം യാത്ര ചെയ്യാൻ ഒരു വാഹനത്തെ ആശ്രയിക്കുന്നുണ്ട്. രതിരഥം എന്നാണ് ആ വാഹനത്തിൻ്റെ പേര്. അതിലെ സഞ്ചാരിയായിരിക്കുന്ന ഞാൻ പ്രതിമ കണക്ക് എന്നാണ് ഇരിക്കുന്നത്. പ്രതിമ ജീവനാണ്. ആത്മാവിൻ്റെ പ്രതിബിംബമാണ് ജീവൻ. ഞാൻ പ്രതിമ ആയിടത്തു നിന്നാണ് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നത്. എൻ്റെ രഥത്തിന് 5 കുതിരകളാണ് ഉള്ളത്. എത്ര കുതിരകളാ? 5 കുതിരകൾ. അതായത് ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകൾ. ഏറെ പ്രവീണനായ മനസ്സെന്ന കാരണമാണ് കുതിരകളുടെ കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്നത്. കുതിരകളുടെ കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്നത് ആരാണ്? മനസ്സാണ് കുതിരകളുടെ കടിഞ്ഞാൺ പിടിച്ചിരിക്കുന്നത്. പക്ഷേ കുതിരകൾക്കാകട്ടെ സുഖവിഷയങ്ങളിൽ കുതിച്ചു പായാനാണ് വ്യഗ്രത. സുന്ദര രൂപങ്ങളും മൃദുസ്പർശങ്ങളും ഹൃദ്യമായ രുചികളും വാസനകളും കർണാനന്ദകരമായ ശബ്ദങ്ങളും ഇന്ദ്രിയങ്ങളെ രമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാണ് ഈ യാത്രയ്ക്ക് ഒരു അറുതി ഉണ്ടാകുന്നത്? എന്തായാലും ഒരവസാനം വേണമല്ലോ. ഞാൻ എന്നിലെ എന്നെ അറിയണം. ഞാൻ വേറെ എവിടെയുമല്ല, ഞാൻ എന്നിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ യാത്ര അവസാനിച്ചു. ആത്മാവിൽ നിന്ന് ഞാൻ നിശ്ചലനാകും. അപ്പോൾ എന്നിലെ കാമനകളുടെ തീ അണയും. കുതിരകളും തേരാളിയും രഥചക്രങ്ങളും മൂടൽമഞ്ഞിൽ സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോൾ അലിഞ്ഞു പോകുന്നത് പോലെ തിരോഭവിക്കും. സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ,
69-ാം മന്ത്രത്തിൻ്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ സമാപ്തി കുറിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്ത മന്ത്രവുമായി കണ്ടുമുട്ടാം. ഗുരുവോം ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.